സന്നിധിയിൽ സ്തോത്രത്തോടെന്നും ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോടെന്നും ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധിക്കാം യേശു കർത്താവിനെ. സർവ്വനീതി ആയിത്തീർന്നതായ പൂർണ്ണനാ സർവ്വനീതി ആയിത്തീർന്നതായ ഭാഗ്യവാൻ സർവ്വനീതിയും സന്നിധിയിൽ നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ ധ്യാനത്തോടെന്നും നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും ആരാധിക്കുന്നു ഞങ്ങൾ സന്നിധിയിൽ നന്ദിയോടെന്നും ആരാധിക്കുന്നു ഞങ്ങൾ സന്നിധിയിൽ
സന്നിധിയിലേക്ക് വരുന്നത്. ഹല്ലേലൂയ. വേറെ ഒന്നുമല്ല, അങ്ങനെ ആരാധിക്കുമ്പോഴാണ് ദൈവം നമ്മളെ പ്രസാദിക്കുന്നത്. ആമേ സ്വന്തം നമ്മൾ പാടി കർത്താവേ ആമേ സ്വന്തം ഞാൻ പൂർണ്ണനായി മാറി. ഹല്ലേലൂയ. ആമേ സ്വന്തം ഞാൻ ഭാഗ്യവാനായി മാറി, ഞാൻ ധന്യനായി മാറി. ഹല്ലേലൂയ. നമ്മൾ പാടിയ പാട്ടെല്ലാം നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത കാര്യം, ദൈവം നമുക്ക് ചെയ്ത ഭാഗ്യ പദവി എന്താ? ഹല്ലേലൂയ. എന്തായാലും നമുക്ക് ദൈവം തന്ന ഹല്ലേലൂയ പൂർണ്ണത എന്താ? ഹല്ലേലൂയ. ആമേ സ്വന്തം ദൈവം നമുക്ക് തന്ന ആ ധന്യമെന്ന് പറയുന്ന കാര്യങ്ങൾ അതിലേക്ക് ഒരു ചോദ്യം, നമ്മൾ എന്തിനാ പിന്നെ നിരാശപ്പെടുന്നത്? ഹല്ലേലൂയ. നമ്മൾ എന്തിനാ ഓർത്ത ദിവസത്തിൽ ഭാരപ്പെടുന്നത്? ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് നമുക്ക് ചെയ്ത നന്മകളെ നാം ഓർക്കുമ്പോൾ ഹല്ലേലൂയ, ഇനിയും നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ പോകുന്ന നന്മ പ്രാപിക്കുവാൻ ആമേൻ ദൈവം നമ്മളെ പ്രാപ്തരാക്കി മാറ്റുവാൻ വേണ്ടി പിശാചിന്റെ പരിപാടി ദൈവം ചെയ്ത നന്മകളെ നാം തിരിച്ചറിയരുത്. അങ്ങനെ തിരിച്ചറിയാതെ വരുമ്പോൾ നമുക്ക് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാൻ കഴിയത്തില്ല. കാരണം നാം തിരിച്ചറിയുന്നത് ദൈവത്തോട് ചോദിക്കുക, കർത്താവ് എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയായി പോകുന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ വരുന്നത്? ഇങ്ങനെ ദൈവത്തോട് ചോദിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും, കാരണം അവൻ ദൈവത്തിന്റെ നന്മയല്ല ഓർക്കുന്നത്. ആമേൻ സ്തോത്രം. പിശാച് പറയുന്ന തിന്മ കണ്ടുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തോട് എന്ത് ചെയ്യുക? നാം ചോദ്യം ചോദിക്കുക. ഹല്ലേലൂയ. എന്നാൽ തിരുവചനം പറയുന്ന ദൈവം നമുക്ക് എല്ലാം നന്മയായി ചെയ്തിരിക്കുന്നു. ദൈവം നമ്മളെ ധന്യരാക്കി മാറ്റി, ദൈവം നമ്മളെ ഭാഗ്യവാന്മാരാക്കി മാറ്റി. ഹല്ലേലൂയ. ആമേൻ. ദൈവം നമുക്ക് ചെയ്ത നന്മ എത്ര വലുതാണ്. ദൈവാത്മാവ ദിവസങ്ങൾ ഓർപ്പിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ മക്കളെങ്കിൽ നിങ്ങൾ അവകാശികളാണ്. അങ്ങനെയൊക്കെ നമുക്ക് ഓരോ ദിവസം വേണ്ട തിരിച്ചറിയുക. ഞാൻ ദൈവത്തിന്റെ മകളാണ്. ഹല്ലേലൂയ. ആ തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ അതിന്റെ അകത്താണ് നമ്മുടെ നന്മ ഇരിക്കുന്നത്, അതിന്റെ അകത്താണ് നമ്മുടെ പദവി ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഇതുപോലെ ആ തിരിച്ചറിവോടെ നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെന്താ നമുക്ക് പൂർണ്ണമായി സമർപ്പിക്കുക. നമ്മൾ ഏത് സ്ഥിതിയിലായിരിക്കുന്നോ നന്നായി അറിയുന്ന ദൈവമോ. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ ഈ കണ്ടീഷനിൽ ഇത് പറഞ്ഞു വിട്ടാൽ ആമേൻ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു നന്നായി അറിയുന്ന കർത്താവോ. ഹല്ലേലൂയ. ശിഷ്യന്മാര് ആമേൻ അതുകൊണ്ട് ആമേൻ അവർക്ക് ശിഷ്യന്മാരെ കുറിച്ച് ഭാരമുണ്ടായിരുന്നു, ജനത്തെ കുറിച്ച് ഭാരമുണ്ടായിരുന്നു, ആവലാതി ഉണ്ടായിരുന്നു. അവര് കർത്താവിനോട് പറഞ്ഞു, കർത്താവ് അവരെ പറഞ്ഞേക്കണം, കാരണം അവർ ക്ഷീണിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അവർ വിഷമിച്ചിരിക്കുക. എന്താ കർത്താവ് പറഞ്ഞ എന്താ? ഹല്ലേലൂയ. ആമേ ഒരിക്കലും ഞാൻ അവരെ ഇങ്ങനെ പറഞ്ഞുവിടാൻ ആഗ്രഹിക്കുന്നില്ല. അവരെ കുറിച്ച് എനിക്കൊരു പ്ലാനുണ്ട്. ഹല്ലേലൂയ. അവരെ കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. അവൻ അങ്ങനെ ദൈവം എന്താ പ്ലാൻ ചെയ്തു? ആമേ സ്വതന്ത്രം ആ ദൈവിക പദ്ധതിയിലൂടെ അവരെ നിറഞ്ഞവരായി സന്തോഷത്തോടെ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഒരു സത്യം ഞാൻ പറയാം, ദൈവസന്നിധി വന്ന് നമ്മൾ ആരും വന്നതുപോലെ പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. കാരണം നമുക്ക് വേണ്ടി ചിലത് ഒരുക്കിയ ദൈവം നമ്മളെ കാത്തിരിക്കുന്നത്. ഈ ആരാധനയിൽ നമ്മൾ ഒരുക്കത്തോടെ വന്നെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയത് പ്രാപിച്ചു മടങ്ങാൻ ദൈവം നമ്മളെ സഹായിക്കും. ആ തിരിച്ചറിവോടെ വിശ്വാസത്തോടെ നമുക്ക് ദൈവങ്ങളിലേക്ക് സമർപ്പിച്ച് ആരാധനാഗ്രഹത്തിനായി നാം ഒരു